ശ്രീ കെ രമ നിങ്ങൾ ആലോചിക്കണം. പിന്നെ ഒരു വ്യാജ വീഡിയോ ഉൾപ്പെടെ ടീച്ചർക്കെതിരെ വന്നു എന്ന് പറഞ്ഞപ്പോൾ പത്രസമ്മേളനം നടത്തിയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശരിയല്ല, അതാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നടപടിയെടുക്കണമെന്ന് ഗ്രേസ്ഫുള്ളായി പറഞ്ഞൊരു രാഷ്ട്രീയ നേതാവാണ്. അതിന് ഇഫ്സും ബട്ടും വെച്ചിട്ട് അത് ഞങ്ങളാണ് ചെയ്തെങ്കിൽ കുഴപ്പമില്ലാന്നോ അല്ലെങ്കിൽ വേറെ ആളാണ് ചെയ്തെങ്കിൽ മാത്രം നടപടിയെടുത്താൽ മതി എന്നല്ല. അവർ പറഞ്ഞത് ഞങ്ങളാരും ആ വീഡിയോ കണ്ടിട്ടില്ല, പക്ഷേ ടീച്ചറുടെ വാക്ക് വിശ്വസിക്കും, ഉണ്ടെങ്കിൽ നടപടിയെടുക്കണമെന്ന് വളരെ ബോൾഡായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുള്ള ആളാണ് കെ രമ. ഇത് ഇല്ല, അതാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഞാൻ എന്നൊരു അപ്പീൽ പോലെയാണ് ഞാൻ എല്ലാവരും ഇതാരെയും ആക്ഷേപിക്കാനുള്ള അല്ലെങ്കിൽ ആരെയും തെറി വിളിക്കാനുള്ള കാരണമായിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നില്ല. ഞങ്ങൾ കൂടുതൽ വിനയത്തോടെ ജനങ്ങളെ സമീപിക്കണമെന്നാണ് ഈ റിസൾട്ട് ഞങ്ങളെ പഠിപ്പിക്കുന്നത്.